ഹായ് ഹായ്, അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. എന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ചെറിയ കുട്ടി സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കിയിട്ടുണ്ട്. ലിൻസിയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാന്ന് പെട്ടെന്ന് കണ്ടാലോ. ഇലയിലല്ല കേട്ടോ, പാത്രത്തോടെ കാണിക്കാം. ഇല വാങ്ങിയിട്ടുണ്ട്, അത് ഉച്ചത്തേക്ക്. ഓക്കെ. അപ്പൊ ഇഞ്ചാമ്പുളി ഉണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, കിച്ചടി, ബീൻസ് മെഴുക്ക് വരട്ടി, ബീൻസ് അല്ല പയറ് മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് പച്ചടി, നല്ല കട്ടിക്കാളൻ, എന്താന്നറിയോ? പൈനാപ്പിൾ പച്ചടി. മുന്തിരി മറ്റേതൊക്കെയാ അതിന്റെ മുകളിൽ ഡെക്കറേഷൻ. ഓലൻ, എരിശ്ശേരി ഇങ്ങനെ ഇളക്കിയിട്ടില്ല. ഇളക്കാണ്ട് ഇങ്ങനെ സദ്യക്ക് വിളമ്പുമ്പോഴാണ് ഇളക്കത്തുള്ളൂ. അത്ര ഞാൻ ആദ്യം മമ്മി കാണാൻ ഇളക്കി. പിന്നെ കൊറേ അവിയല്, നല്ല ചട്ടിയിൽ ഇങ്ങനെ വെച്ച അവിയല് കേട്ടാ. ഇതിങ്ങനെ കാണിച്ചാൽ നല്ല നാടൻ സാമ്പാറിലും. ഇതാണ് കട്ടിപ്പരിപ്പ്, ഞങ്ങളുടെ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ. ഇത് യൂട്യൂബിലൊന്നും കാണത്തില്ല. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല ഇവര്. ഇതിനകത്ത് ആകെ മറ്റേ ചെറുപയറല്ലല്ലോ, പരിപ്പും എന്തോ ഒരു സാധനം. ഇത് പൊട്ടേറ്റോ മാത്രമേ ഇടുള്ളൂ. നെയ്യ് അത്ര ഇട്ടിട്ട് നല്ല കട്ടിയില് ഉണ്ടാക്കിയ കട്ടിപ്പരിപ്പ്, നല്ല കാബേജ് തോരൻ. ഓക്കെ. ഇത് നല്ല ശർക്കര മധുരത്തിൽ ഇങ്ങനെ വരട്ടിയെടുത്ത ഏത്തപ്പഴം. ഇത് മമ്മിയുടെ സ്പെഷ്യലാണ്, ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ഓക്കെ. നല്ല ഒന്നാന്തരം പാലട പ്രഥമൻ, സാജന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് മതി. ഇതാണ് ഒരു കുഞ്ഞ് ഐറ്റംസ്. ഇനി നമുക്ക് ഇതിനകത്ത് കാണിക്കാത്ത സാധനം എന്താണെന്നറിയോ? വലിയ ഐറ്റംസാ. ചോറ് കാണിച്ചിട്ടില്ല. പിന്നെ എന്താണ്, ഉപ്പേരി, പിന്നെ ശർക്കര വരട്ടി, ഉപ്പ്, പിന്നെ എന്താ ഇല. അതൊക്കെ ഇനി സദ്യയുടെ സമയത്ത്. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇനിയിപ്പോ ഇവിടെ ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ, 11 മണിയായി. അപ്പോൾ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 12 മണി ആവാനായിട്ട് കുറച്ച് ആൾക്കാരൊന്നും വരാനുണ്ട്. അപ്പൊ അവരും കൂടി വന്നു കഴിയുമ്പോ നമുക്ക് സദ്യ തുടങ്ങാം. പിന്നെ ഞങ്ങൾക്ക് ഇനിയൊരു പരിപാടി കൂടിയുണ്ട്. മമ്മി പറഞ്ഞു മേളില് പൂവൊക്കെ പൊട്ടിക്കാനായിട്ട് കുറച്ച് മമ്മിയുടെ തോട്ടത്തിൽ ഗാർഡൻ, കിച്ചൺ ഗാർഡൻ അല്ല, ടെറസ് ഗാർഡൻ. അപ്പൊ നമ്മുടെ മമ്മിയുടെ ടെറസ് ഗാർഡനിൽ കാണിച്ചാലോ? ഓയ്യോ, മമ്മിയുടെ ടെറസ് ഗാർഡൻ ഇത്രയും നിങ്ങൾ കളിയാക്കുന്നു. വാ, എല്ലാരും വാ, കാണിക്കാം, വാ. അപ്പൊ നമുക്ക് ടെറസിൽ പോവാം. അപ്പൊ ഞാന് വലിയ ഒരു പ്രതീക്ഷയോടെ കൊട്ടയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന എല്ലാ അൽക്കുറത്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് വരാം. നമുക്ക് ടെറസിൽ കിട്ടാവുന്ന ഒരു കുഞ്ഞു ഐറ്റംസേ ഉള്ളൂ, അങ്ങനെ വലിയ ഐറ്റംസ് ഒന്നുമില്ല. നിങ്ങളെന്താ അങ്ങനെ പറഞ്ഞേ? മമ്മിക്ക് വിഷമം കൂട്ടാ, വെയിലാണ്. പക്ഷെ ടെറസിലാക്കി മമ്മി പറഞ്ഞു കുറച്ച് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മുടെ ടെറസ് ആദ്യം നമുക്ക് ഗാർഡൻ കാണിക്കാം. പൂവൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗാർഡന്റെ ഭംഗി പോവും. എവിടെ നിന്നോട്ട് തുടങ്ങാം? ഇവിടെ നിന്നുണ്ട്. മമ്മി എല്ലാം പൊട്ടിച്ചോന്ന് പറഞ്ഞു. ടെറസിന്റെ മേളിൽ കയറി വരുമ്പോൾ മമ്മിയുടെ ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ടുള്ള ചെടികൾ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേനും കുറേ ഇങ്ങനത്തെ ടൈപ്പ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ തന്നെ ലൈറ്റ് പിങ്ക് കളർ. ഇത് റെഡാണ്, ഇതിൻ്റെ ഡാർക്ക് പിങ്ക് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടി ലൈറ്റ് പിങ്കാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആദ്യം വരുമ്പോൾ ഉള്ള ചെടികൾ. ഇത് കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തോ ചെടിയുണ്ട്.
പിന്നെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വള്ളി പോലത്തെ ചെടിയുണ്ട്. ഇതിൻ്റെ 2 കളറുണ്ട്, ഈ ഒരു പച്ച കളറും പിന്നെ ഒരു റെഡ് കളറും. പിന്നെ നമ്മളിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതൊക്കെ നമ്മുടെ മമ്മിയുടെ എന്താണ് മഞ്ഞളാണ്. എന്തോ ഒരു മഞ്ഞളാന്ന് നോക്ക്. ടെറസിൽ ഇത്രയും നമുക്ക് 1 വർഷത്തേക്കുള്ള മഞ്ഞൾ മമ്മി ഇവിടെ ടെറസിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ മഞ്ഞൾ കൃഷിയാണ് ഇതൊക്കെ. കണ്ട എന്തോരം വേണം. മമ്മിക്ക് വേണമെങ്കിൽ മഞ്ഞൾ ബിസിനസ് തുടങ്ങാടോ. പിന്നെ ഇതൊക്കെയാണ് മഞ്ഞൾ. ഇതേ കുറേ ഉണ്ട് മഞ്ഞൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടെറസിൻ്റെ മുകളൊക്കെ വെക്കാട്ടാ, ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. പിന്നെ അതേ ഇങ്ങനത്തെ എന്തോ ഒരു ചെടിയുണ്ട്. ഇതേ ഈ പയറാണ് നമ്മൾ നേരത്തെ ഉപ്പേരി കാണിച്ചില്ലേ, അത് ഈ ചെടിയിൽ നിന്ന് എടുത്ത പയറാണ്. അത്രയ്ക്ക് ഒരു കറിക്കുള്ള പയർ കിട്ടിയിട്ടുണ്ട് ഈ ചെടിയിൽ നിന്ന്. പയർ തന്നെയല്ലേ? അതെ. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറേ മഞ്ഞൾ കൃഷിയുണ്ട്. പിന്നെ വേറൊരു പുതിയൊരു ഐറ്റം, ഗാർഡനിൽ നിന്ന് വന്ന ഒരു ഇപ്രാവശ്യത്തെ പാഷൻ ഫ്രൂട്ട് കണ്ടോ? ഇങ്ങനെ വള്ളി ഇങ്ങനെ വളർന്ന് ഇങ്ങോട്ട് മമ്മി പടർന്ന് ഇങ്ങനെ മേളിലോട്ട് കയറിയിട്ടുണ്ട്, അടുത്ത നിലയിലോട്ട്. അത് ടാങ്ക് റൂമാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക, ഫുൾ ഫ്രൂട്ടാണ്. കണ്ടോ? ഇവിടെ ഫ്രൂട്ട് ഉണ്ട്, അവിടെ ഫ്രൂട്ട് ഉണ്ട്, അതിൻ്റെ മേളിൽ പോയ പടർന്ന് അങ്ങോട്ടൊക്കെ ഫ്രൂട്ട് ഉണ്ട് അത്ര. ഓക്കെ, അതാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ വരുമ്പോൾ ഇതൊരു പ്രത്യേക തരം, ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അറിയത്തില്ല. ഈ ഒരു ഇലയില്ലേ നമ്മുടെ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യുന്നത്, എത്ര പേർക്കറിയാം? എനിക്ക് ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഇത് മനസ്സിലായത്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ബിരിയാണി എന്ന് വെച്ചാൽ പുലാവൊക്കെ ഉണ്ടാക്കില്ല, പുലാവ് ബിരിയാണിക്ക് ഇടാം. അതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്, അത് പച്ച കളറായിട്ടുണ്ട്. പിന്നെ ഈ ചെടി, ഇത് എന്ത് ചെടിയാന്ന് വെച്ചാൽ മമ്മി വരുമ്പോൾ ചോദിക്കാം. മമ്മി ഇത് കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കളർ അത്യാവശ്യം എന്താണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ ഈ സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾക്ക് കറിക്ക് വേണ്ട പുതിന, മല്ലിയില എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേ മുരിങ്ങാക്കോല് വരെ ഉണ്ട്, കോല് പോലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. എവിടെ വെച്ചേക്കണം നോക്കി, ഈ ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ? പടർന്ന് പന്തലിച്ച് കോല് പോലെ മേളിലോട്ട് പോകുന്നുണ്ട്. ഇത് താങ്ങുമെന്നാവോ, പക്ഷേ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ ഇതിൻ്റെ കറി ലീഫ്, കരിവേപ്പിലയുണ്ട്. ഇതിപ്പോൾ കുറേയൊക്കെ ഇപ്പം ഇത് ഇവിടെ ഒരു എന്താ പറയുക ഷോയ്ക്ക് വെച്ചേക്കണം. താഴെ വേറൊരു ചെടിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ എന്തോ ഒരു ചെടിയുണ്ട്, ഇത് മൈലാഞ്ചി എന്ന് തോന്നുന്നു. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക മണി പ്ലാന്റ് കാര്യങ്ങൾ. പിന്നെ വേറൊരു ഐറ്റമാണ്, ഇതാണ് കിടുക്കാച്ചി ഐറ്റം. കണ്ടോ? കരിമ്പ് വരെ വെച്ചിട്ടുണ്ട്. കരിമ്പ് ഇങ്ങനെ പടർന്നിങ്ങനെ വന്നിട്ടുണ്ട്. 2-3 കരിമ്പുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആയിട്ട് വേണം കഴിക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും തോന്നും. കരിമ്പ് വെച്ചേക്കണ കണ്ടോ? ഈ ഒരു മീനിൻ്റെ ബോക്സിലാണ് നമുക്കിത് വാങ്ങാനൊക്കെ കിട്ടും, തെർമോക്കോളിൻ്റെ ബോക്സ്. അപ്പോൾ അതിനകത്ത് ഇത്രയും നീളം വെച്ചിട്ടുണ്ട്. ഇനി നോക്കട്ടെ എപ്പോഴാണ് അതിൻ്റെ ഫ്രൂട്ട്. ഇവിടെ കുറച്ച് മൈലാഞ്ചി, ഇതാണ് മൈലാഞ്ചി, ഇത് മൈലാഞ്ചി. പിന്നെ ഇങ്ങനത്തെ കുറേ ചെടികളുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴയുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഡാഡിയുടെ കോൺട്രിബ്യൂഷനാണ് ഈ ബോട്ടിലൊക്കെ. എൻ്റെ ദൈവമേ, നമ്മുടെ പടം ദേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നുടോ. നമ്മുടെ പടം ദേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു, ഞാൻ വരച്ച പടം. ദേ നമ്മൾ ടെറസിൻ്റെ മുകളിൽ. എന്നെ മമ്മി പുറത്താക്കിയെന്ന്. ദേ മമ്മി കുറേ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ അത് ഇതായി പോവും, ഫേഡായി പോവും. പിന്നെ ഇത് ഞാൻ വരച്ച പടമാണ് കേട്ടോ. ഇത് മമ്മി ടെറസിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. തുളസി ഉണ്ട്, പിന്നെ റോസാപ്പൂക്കളുണ്ട്. പിന്നെ ഇതൊക്കെ ഈ വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ എന്താണെന്നറിയോ? ഇഞ്ചി കൃഷിയാണ് ഇതൊക്കെ. ഇഞ്ചി കൃഷി, മമ്മിയുടെ പുതിയ ഇഞ്ചി കൃഷിയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ എന്താണ്ടൊക്കെ ഫാഷൻ ടൈപ്പ് ചെടികളാന്ന് തോന്നുന്നു. നല്ല ചെടികളല്ലേ, കുറേ ഉണ്ട്. ഇതൊക്കെ എന്താ ഡാലിയ. പിന്നെ പച്ചമുളകുണ്ട്. ഇവിടുത്തെ പച്ചമുളകൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ടെറസിൻ്റെ മുകളിലത്തെ പച്ചമുളകാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇതാണ് മമ്മിയുടെ ചെറിയൊരു ഗാർഡൻ. നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം. പേഷ്യൻസ് വേണം.
പേഷ്യൻസ് വേണം. അപ്പൊ ഇതാണ് ഈ കൃഷിയുടെ ഒക്കെ ഉടമ. ആ അപ്പൊ ഏതൊക്കെ പൂവാ പൊട്ടിക്കണ്ടേ? ഞാൻ വലിയൊരു ട്രേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതന്നെ അതന്നെ മേളിലിരിക്കുന്നതന്നെ അതന്നെ. ഏത് കൊട്ട? ആ ഈ മുറത്തിലിട. പിന്നെ അപ്പൊ ഞങ്ങള് പൂവൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഷോർട്സിലത് ഇടാം കേട്ടോ. അപ്പോ നമുക്ക് സദ്യ കഴിക്കുമ്പോ അടുത്ത ഇലയിൽ ഇടുന്ന വിളമ്പുന്ന കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഞങ്ങളുടെ വീട്ടില്. അപ്പൊ ബൈ.